മാങ്ങാട് ധർമ്മശാല വഴി പറശ്ശിനിക്കടവ് വരെ പോകുന്ന ബസ്സുകൾ 3-ാം നമ്പർ വീതം പുറപ്പെടുന്നു. മാങ്ങാട് ധർമ്മശാല വഴി പറശ്ശിനിക്കടവ് വരെ പോകുന്ന ബസ്സുകൾ 3-ാം നമ്പർ വീതം പുറപ്പെടുന്നതാണ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പോക്കറ്റടി സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങളുടെ കൈവശമുള്ള വിലപിടിപ്പുള്ള ആഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും മറ്റും സൂക്ഷിക്കുക. ഒരുപാട് കാര്യങ്ങളിൽ കേരളത്തിന് തന്നെ മാതൃകയാണ് കണ്ണൂരിലെ പുതിയ ബസ് സ്റ്റാൻഡ്. അതിപ്പോൾ വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും സ്ഥല സൗകര്യത്തിലാണെങ്കിലും. എന്നാൽ അതിനെല്ലാം അപ്പുറം പൂർണ്ണമായും സോളാർ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ബസ് സ്റ്റാൻഡായി മാറിക്കഴിഞ്ഞു ഇവിടം. പകൽ സമയങ്ങളിൽ ബസ് സ്റ്റാൻഡിൻ്റെ പൂർണ്ണ പ്രവർത്തനം സൗരോർജ്ജത്തെ ആശ്രയിച്ചാണ്. 2021 പാനലുകൾ സ്ഥാപിച്ചു തുടങ്ങി. ഇന്നിപ്പോൾ 270 കിലോവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലായി ഇങ്ങനെ സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 270 കിലോവാട്ട് വൈദ്യുതിയാണ് സോളാർ പാനൽ വഴി ഉൽപ്പാദിപ്പിക്കുന്നത്. ബസ് സ്റ്റാൻഡ് ടെർമിനലിന് പുറമെ KK ഗ്രൂപ്പിൻ്റെ ഓഫീസുകളും ഹോട്ടലുകളും പ്രവർത്തിക്കുന്നതും സോളാർ എനർജിയിലാണ്. സൗരോർജ്ജത്തെ ആശ്രയിച്ചതോടെ വൈദ്യുതി ബില്ലിലുണ്ടായത് ഒരു മാസം ശരാശരി 1.5 ലക്ഷം രൂപയുടെ ലാഭം. അധികമായി ഉൽപ്പാദിപ്പിക്കുന്നത് KSEBിക്കും നൽകുന്നു. ടോട്ടൽ പ്രൊഡക്ഷൻ ഇത്രയും കൂടുതൽ KW വരുന്നത് കൊണ്ട് നമ്മളിപ്പോൾ ഒരു മിനിമം ബില്ല് മാത്രമേ അടക്കേണ്ടതുള്ളൂ. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ ഹോട്ടലിൻ്റെത് കൂടുതലായതുകൊണ്ട് ഇപ്പം നമുക്കൊരു ഏകദേശം ഒരു 1.5 ലക്ഷം രൂപേൻ്റെ കുറവ് നമ്മൾ സോളാർ യൂണിറ്റ് വെച്ചതുകൊണ്ട് നമുക്ക് ലാഭമായിട്ട് വരുന്നുണ്ട്. ബസ് ടെർമിനലിനുള്ളിലെ TV, സ്പീക്കർ, ലൈറ്റുകൾ, ഓഫീസുകളിലെ AC എന്നിവ പൂർണ്ണമായും സൗരോർജ്ജത്തിലാണ് പ്രവർത്തിക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡിൽ ആകെയുള്ളത് 4 ലിഫ്റ്റുകൾ. ഇവ 4ഉം പ്രവർത്തിക്കുന്നത് സോളാർ എനർജിയിലാണ്. BOT വ്യവസ്ഥയിൽ 2008 KK ഗ്രൂപ്പാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. 29 വർഷങ്ങൾക്ക് ശേഷം ഉടമസ്ഥാവകാശം കണ്ണൂർ കോർപ്പറേഷന് കൈമാറും. കാലത്തിനൊപ്പം മാറി സഞ്ചരിക്കുകയാണ് നമ്മുടെ പൊതു ഇടങ്ങളും എന്നതിൻ്റെ വിജയിച്ച ഉദാഹരണമാണ് കണ്ണൂരിലെ പുതിയ ബസ് സ്റ്റാൻഡ്. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.